അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറയുന്നു. ഓർക്കുമ്പോൾ ദുഃഖമാണ്. കഴിഞ്ഞുപോയ മഹത്വമേറിയ ദിവസങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയവർ വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നാൽ ആ പരിശുദ്ധ ദിവസങ്ങളെ അശ്രദ്ധമായി തള്ളി നീക്കിയവർക്ക് ഇനിയും അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. മടി കൊണ്ടോ മറ്റു പലതിലും ബിസിയായതുകൊണ്ടോ ജോലി തിരക്ക് കാരണമോ കഴിഞ്ഞുപോയ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവർക്കുള്ള ദിവസങ്ങളാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട രാവുകളൊക്കെ. 27 രാവും റമദാനിലെ അവസാനത്തെ രാവുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അള്ളാഹു നൽകിയതിനേക്കാളും വലിയ അനുഗ്രഹങ്ങളാണ് കാരുണ്യവാനായ അള്ളാഹു ഈ ദിവസങ്ങളിൽ നൽകുന്നത്. അതെങ്കിലും നാം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അവയിലൊന്നാണ് പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ രാവ്. പല മഹാന്മാരും അത് 27 രാവിലാണെന്ന് പറഞ്ഞവരുണ്ട്. ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യതയുള്ളത് 27 രാവിലാണ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. ആ രാവിൻ്റെ മഹത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന്? ഒരു സൂറത്ത് തന്നെ, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ആ സൂറത്തിൽ മറ്റൊരു വിഷയവും ചർച്ച ചെയ്യുന്നേയില്ല. ഖദർ എന്ന് പറയുന്ന സൂറത്ത് നമുക്കറിയാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയത് ഖദറിന്റെ രാത്രിയിലാണ്. മാഷാ അല്ലാഹ്. നാം ഇതുവരെ ഈ പരിശുദ്ധ റമദാനിൽ ഓതിക്കൊണ്ടിരുന്ന ആ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണെന്ന്. പിന്നെ അള്ളാഹു ചോദിക്കുകയാണ്, ഒമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. അള്ളാഹു തന്നെ അതിൻ്റെ മഹത്വം നമ്മെ ഉണർത്താൻ വേണ്ടി, അതിൻ്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. അത് ചില്ലറ ദിവസമല്ല. ഞാൻ എൻ്റെ വിശുദ്ധ ഖുർആൻ ഇറക്കാൻ ഉപയോഗിച്ച രാവ് വല്ലാത്ത മഹത്വമുള്ള രാവാണ്. അഥവാ എന്താണ് ഈ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. മാഷാ അല്ലാഹ്. അത് 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാവാണ്. അഥവാ ഒരു 80 ചില്ലാനം വർഷത്തെക്കാളും ഉത്തമമായ ഒരു രാവാണത്. 1-2 വർഷമല്ല, ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന അത്രയും വർഷങ്ങളെക്കാളും ഉത്തമമായതാണ്. കഴിഞ്ഞോ? അതിൻ്റെ മഹത്വം ഇല്ല. തനസ്സലുൽ മലായിക. മഹാന്മാരായ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവാണത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന റഹ്മത്തുകളും മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ബറക്കത്തുകളും മനസ്സിലാക്കി അതിൽ പങ്കാളികളാവാൻ അള്ളാഹുവിൻ്റെ വല്ലാത്ത റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് അത് ലഭിക്കാനും അതിൽ പങ്കാളികളാവാനും അവ ആസ്വദിക്കാനും ഒക്കെ മലക്കുകൾ പോലും ഇറങ്ങി വരുന്ന രാവ്. അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. വറൂഹു ഫിഹാ. ആ രാത്രിയിൽ മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം വരേക്കും നമ്മോടൊപ്പം ചേരാൻ വരും. അല്ലാഹ്. ആ മഹാരാത്രിയിൽ നമ്മോടൊത്തുകൂടാനായി, നമ്മോടൊത്തുചേരാനായി എല്ലാ അമ്പിയാക്കളെയും കണ്ട, എല്ലാ അമ്പിയാക്കൾക്കും കൂട്ടായ, എത്രത്തോളം നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ട കൂട്ടുകാരനായ ഇസ്രാ മിഅ്റാജിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സഞ്ചരിച്ച, പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരിയായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വരും. ലൈലത്തുൽ ഖദറിന്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം പറഞ്ഞതിൽ മലായികത്തിൽപ്പെട്ട ആളെന്നല്ലേ, പക്ഷേ വറൂഹു ഫീഹാ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ
ആ രാവിൻ്റെ മഹത്വവും ആ മഹാന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാം. അവര് പോലും ഇറങ്ങി വരുന്ന ദിവസമാണ്. പിന്നെയോ ഇതിന് റബ്ബിയും, ആ രാത്രിയുടെ മഹത്വം കാരണം, ആ രാത്രിയുടെ വലിപ്പം കാരണം, അല്ലെങ്കിൽ ആ ദിവസത്തിൽ ഇറങ്ങുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെയും വലിപ്പം കാരണം അവരുടെ നാഥനായ മലക്കുകളുടെ നാഥനായ അള്ളാഹുവിൻ്റെ അനുമതി വാങ്ങിയാണ് അവർ വരുന്നത്. അവര് അതിൽ പങ്കെടുക്കാൻ വരുന്നത് വെറുതല്ല, അനുമതിയോടുകൂടെയാണ്. നമുക്കറിയാം, പ്രത്യേക നേതാക്കൾ പങ്കെടുക്കുന്ന വലിയ വലിയ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണമെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങണം. അത് രാജ്യത്തിന് പുറത്താണെങ്കിൽ വിസയും വേണ്ടി വരും. അത്തരം വിസകളും അനുമതിയും ഒക്കെ വാങ്ങിയാണ് ബഹുമാനപ്പെട്ട മലായിക്കത്ത് ആ പരിപാടിയിൽ, ഈ ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയിൽ പങ്കെടുക്കാൻ വരുന്നത്. ഹറാമിൻ്റെ മഹത്വമാണത്. പിന്നെയോ മിൻ കുല്ലി അമ്ര്, അവര് കയ്യും വീശിയല്ല വരുന്നത്. മലക്കുകൾ, ജിബ്രീൽ അലൈഹി സ്വലാം അടക്കമുള്ള മലക്കുകൾ അങ്ങനെ വെറുതെ അങ്ങനെ വരില്ല. പിന്നെ മുഅ്മിനീങ്ങൾക്ക് കൈമാറാൻ വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സകല നന്മകളും ബറക്കത്തുകളുമായാണ് അവർ വരിക. അല്ലാ അല്ലാ, മാഷാ അല്ലാ, അവർ വരുന്ന സമയത്ത് ഗിഫ്റ്റുമായിട്ടാണ് വരിക. മലക്കുകൾ ആ രാത്രിയിൽ മുഅ്മിനീങ്ങൾക്ക് സലാം പറയുകയും അവരുടെ ദുആകൾക്ക് ആമീൻ പറയുകയും ചെയ്യുമെന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. പ്രിയ സഹോദര സഹോദരിമാരെ, നമ്മുടെ വീട്ടിലും അവർ വരും, നമ്മുടെ അടുക്കലും അവർ വരും, നമ്മയും അവർ അന്വേഷിക്കും. ആ സമയത്ത് അവർ നമ്മെ എങ്ങനെയായിരിക്കും കാണുക? അവര് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അവർ വരുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മൊബൈൽ കളിക്കുന്നതായിട്ടാണോ അവർ നമ്മെ കാണുക? അതല്ല ടെലിവിഷൻ കാണുന്ന സമയത്താണോ? മോശപ്പെട്ട അശ്ലീലങ്ങൾ കാണുന്ന സമയത്താണോ? അതോ സൊറ പറയുന്നതായാണോ? അതുമല്ലെങ്കിൽ സിനിമ കാണുന്നവരായോ, അല്ലെങ്കിൽ അങ്ങാടിയിൽ തെണ്ടി നടക്കുന്നതായോ ആണോ നമ്മെ കാണുക? അങ്ങനെയാണെങ്കിൽ അപകടമാണ്. നമ്മെക്കുറിച്ച് അള്ളാഹുവിനോട് അവർ നല്ലത് പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കുമോ നാം? അല്ല, ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ വുദൂഓടുകൂടെ മടിയിൽ വെച്ച് ആ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ റസൂലുമൊത്ത് വിശുദ്ധ ഖുർആൻ 2 പ്രാവശ്യം പൂർത്തിയാക്കാറുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ദർസ് നടത്താറുണ്ടായിരുന്നു. ആ വിശുദ്ധ ഖുർആന് ആദരപൂർവം മടിയിൽ വെച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന രംഗമായിരിക്കുമോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറ്റു മലക്കുകളും വരുന്ന സമയത്ത് നമ്മെ കാണുക? മാഷാ അല്ലാഹ്, എങ്കിൽ വലിയ ഭാഗ്യമാണ്, വലിയ സൗഭാഗ്യമാണത്. ഓർക്കുക, അവർ നമ്മെ അങ്ങാടിയിലോ ഷോപ്പിംഗ് മാളിലോ അല്ല തിരയുക. എന്നെയും നിങ്ങളും അവരന്വേഷിച്ച് വരിക എവിടെയല്ല? ഷോപ്പിംഗ് മാളുകളിൽ അന്വേഷിച്ച് വരികയില്ല, മറിച്ച് പരിശുദ്ധ പള്ളികളിലാണ് അവർ നമ്മെ അന്വേഷിച്ച് വരിക. സ്ത്രീകളാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ദിക്റുകളിലും നിസ്കാരങ്ങളിലും വിശുദ്ധ ഖുർആൻ പാരായണങ്ങളിലും മുഴുകുന്ന സ്ത്രീകളെയാണ് അവർ അന്വേഷിക്കുക. അല്ലാതെ ഔറത്തും കാണിച്ച് അന്യപുരുഷന്മാരെ ആകർഷിപ്പിച്ചും നോക്കിയും കൊണ്ട് ഷോപ്പിങ്ങിനിറങ്ങിയവരെ അല്ല ബഹുമാനപ്പെട്ട മലായിക്കത്ത് അന്വേഷിച്ച് വരിക. കടപ്പുറത്ത് തെണ്ടുന്ന പെണ്ണുങ്ങളെയല്ല ബഹുമാനപ്പെട്ട മലക്കുകൾ അന്വേഷിക്കുക. അവരെ കാണാൻ പോലും അവർ വരികയില്ല. അള്ളാഹു നമ്മെ കാക്കട്ടെ. കഴിഞ്ഞു ആ രാത്രിയുടെ പ്രത്യേകത. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ രാവ് മുഴുവനും, അഥവാ മഗ്രിബ് മുതൽ പ്രഭാതം വരെ അനുഗ്രഹത്തോടനുഗ്രഹമാണ്, സമാധാനമാണ്, സലാമാണ്, എല്ലാ തിന്മകളിൽ നിന്നുമുള്ള രക്ഷയുടെ രാവാണത്. മാഷാ അല്ലാ, എന്താണ് ആ സലാമിൻ്റെ ഒക്കെ അർത്ഥം പറഞ്ഞാൽ തീരുമോ? ഇത്രയും പുണ്യമുള്ള രാവായത് കൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം ആരെങ്കിലും നിസ്കരിച്ചാൽ, ഈ ഹദീസൊക്കെ നമുക്ക് ഓർമ്മ വേണം. ലൈലത്തുൽ ഖദ്റിന്റെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിന്റെ തൊട്ട് മുന്നേ ഈ ഹദീസ് അങ്ങ് വായിക്കുക. ഈ ഹദീസ് അങ്ങോട്ട് പറയുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നതായി, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ നിസ്കരിച്ചാൽ, ഈമാനൻ, ഉറച്ച വിശ്വാസത്തോടെ, എക്കാചക്കിലല്ല, ഉറച്ച വിശ്വാസം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എനിക്ക് കിട്ടും, ലൈലത്തുൽ ഖദ്ർ എനിക്ക് അനുഭവിക്കും, അതിൻ്റെ ഗുണം എനിക്ക് കിട്ടും
എന്ന ഈമാനോടുകൂടെ വഹ്തിസാബൻ ലൈലത്തുൽ ഖദറിൽ എന്തെല്ലാം പുണ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ പോലുള്ള ആ പുണ്യങ്ങളൊക്കെ കിട്ടുമെന്ന വിശ്വാസത്തോടെ ആരെങ്കിലും നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മാഷാ അല്ലാഹ്, ഇതിലും വലിയൊരു ഓഫർ എന്താ? കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അവന് പൊറുക്കപ്പെട്ടു കൊടുക്കും. മാഷാ അല്ലാഹ്, ഒരൊറ്റ രാത്രിയിൽ നോക്കൂ നിങ്ങൾ, ഒരൊറ്റ രാത്രിയിൽ ആത്മാർത്ഥമായി മഗ്രിബും ഇശാഉം അവയുടെ സുന്നത്തുകളും തറാവീഹും വിത്റുമൊക്കെ ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന്. മാഷാ അല്ലാഹ്, ഈ പുണ്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10 വല്ലാതെ ആദരിച്ചത് കാണാം, വല്ലാതെ ബഹുമാനിച്ചത് കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആര്? ലോകത്തിലെ ഏറ്റവും വലിയ ബിസി മാൻ. ഇതിലും വലിയ ബിസിയുള്ള ആളാരാ? ലോകത്ത് ദഅവത്ത് നടത്തി എല്ലാവർക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ലോകത്തെ ഡ്യൂട്ടികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ഡ്യൂട്ടി, അതിലും വലിയൊരു ഡ്യൂട്ടി വേറെയില്ല. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ബിസി മാൻ ആയിരുന്നു ആര്? നമ്മളൊക്കെ ഇന്ന് എന്താ ബിസിയാണ്, തിരക്കാണ്, ജോലിയാണ്, അതാണ് ഇതാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ബിസി മാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ റമദാനിലെ അവസാനത്തെ 10 ഹിസ്റ്ററി എന്താണെന്ന് നോക്കൂ. നമ്മുടെ നെഞ്ചത്ത് കൈവെക്കുക, നമ്മുടെ അവസ്ഥ എന്താണ്? പരിശുദ്ധ റമദാൻ ഇതാ വിട പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു എന്നാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇദാ ദഖലൽ അശ്റു, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 വന്നാൽ അഹ്യൽ ലൈല, ലോകത്തെ ഏറ്റവും വലിയ ബിസിമാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങാറില്ലായിരുന്നു എന്ന്. അങ്ങാടി തന്നിട്ടല്ല, സൂക്കിൽ പോയിട്ടല്ല, മാർക്കറ്റിൽ പോയിട്ടല്ല, കടപ്പുറത്ത് പോയിട്ടല്ല, മറിച്ച് റബ്ബിന്റെ ഇബാദത്തിലായി ഉറങ്ങാതെ ജീവിപ്പിച്ചിരുന്നു. അഹ്യല്ലയില, രാത്രിയെ ജീവിപ്പിക്കാറായിരുന്നു പതിവ്. പിന്നെയോ ഐക്കള അഖില, നോക്കണം നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാന്റെ റസൂലിൻ്റെ റമദാനിലെ അവസാനത്തെ 10 ജീവിത ശൈലിയാണ് ഈ പറയുന്നത്. ഐക്കള അഖിലവും, ഭാര്യമാരെ എഴുന്നേൽപ്പിക്കും, മക്കളെ എഴുന്നേൽപ്പിക്കും, ഉറങ്ങാൻ സമ്മതിക്കൂല, എഴുന്നേറ്റ് നിസ്കരിക്കാനും ഖുർആനോദാനും പറയും. വജദ്ദ വശദ്ദൽ മിഅ്സറ, എന്നിട്ട് രാത്രി ആ കുടുംബം നോക്കൂ നിങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഒക്കെ മാഷാ അല്ലാഹ് അവസാനത്തെ 10 എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവർ, സ്വർഗം ഉറപ്പുള്ളവർ, അവര് ഈ അവസാനത്തെ 10 മുഴുവനും രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യുന്ന ആ രംഗമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ നിങ്ങൾ. രാത്രി മുഴുവനും ജീവിപ്പിക്കുകയും കുടുംബത്തെ വിളിച്ചുണർത്തുകയും അങ്ങേയറ്റത്തെ പരിശ്രമവും അങ്ങേയറ്റത്തെ തയ്യാറെടുപ്പും നടത്തുമായിരുന്നു അതിനു വേണ്ടി എന്ന് നോക്കണം നിങ്ങൾ, അല്ലേ? അപ്പൊ ആ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ രാത്രി ദീർഘിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത് കാണാം, 5 പ്രത്യേക കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിന് റമദാൻ മാസത്തിൽ നൽകിയിട്ടുണ്ട് അല്ലാഹു. അതിൽപ്പെട്ട അവസാനത്തെ ഒന്നാണ് ഇദാ കാന ആഖിറു ലൈലത്തിൻ ഗഫറല്ലാഹു ലഹും ജമീഅ, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാത്രിയായാൽ ആ റമദാനിൽ പങ്കെടുത്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മാപ്പ് കൊടുക്കും. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, അഹിയ ലൈലത്തുൽ ഖദ്രി, നബിയെ ആ വലിയ പുണ്യം ലൈലത്തുൽ ഖദറിനാണോ? ലാ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം വേറെ. ഇതെന്താ? അലം തറ ഇലൽ ഉമ്മാലി യഅമലൂന ഫഇദാ ഫറഗൂ മിൻ അഅമാലിഹിം വഫൂ ഉജൂറഹും, ഒരു തൊഴിലാളി വൈകുന്നേരം വരെ ജോലിയെടുത്ത് വിരമിച്ചു പോകുന്ന സമയത്ത് അവരുടെ കൂലി കൊടുക്കൂലേ, എന്നതുപോലെ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് ഖുർആനോദി നിസ്കരിച്ച് ആ മാസത്തിന്റെ മഹത്വത്തെ അംഗീകരിച്ച് അതിനെ നല്ല കാര്യങ്ങളിൽ വിനിയോഗിച്ച ആളുകൾക്ക് കൊടുക്കുന്ന കൂലിയാണിത്. എല്ലാ പാപങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. മാഷാ അല്ലാഹ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, ഈ വരുന്ന ദിവസങ്ങളെ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച്
നമ്മുടെ ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഫലസ്തീനിലെ മുസ്ലിമീങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അള്ളാഹിനോട് പറ. അള്ളാഹു കേൾക്കാതിരിക്കുകയില്ല. അതുപോലെ ലോക മുസ്ലിമീങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ ഭംഗിയായി യാത്രയാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഇനിയും ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ മാസത്തിൽ നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. പോരായ്മകളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക്, ഭാര്യമക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, ഇഷ്ടജനങ്ങൾക്ക്, കൂട്ടുകുടുംബങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുത്തല എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. രോഗികളുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. ഒരുപാട് വിഷയങ്ങളിൽ മക്കളുടെ വിഷയത്തിലൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ അള്ളാഹു താല സമാധാനം നൽകട്ടെ. നഷ്ടപ്പെട്ട മക്കളെയൊക്കെ പൂർവോപരി ഹൈറോടെ തിരിച്ചു നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.